തെളിവുകളാണ് അല്ലേ? ഇപ്പൊ ലഹരിക്ക് വേണ്ടി മുത്തശ്ശിയുടെ മാല പൊട്ടിക്കുന്ന, മാല കൊടുക്കാത്ത മുത്തശ്ശിയെ കൊല്ലുന്ന, കടം ചോദിച്ചാൽ കൊടുക്കാത്ത വാപ്പയുടെ സഹോദരനെ കൊല്ലുന്ന, അങ്ങനെ നിരവധിയായ സംഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് വലിയ ഒരു വിപത്താണ്. അപ്പൊ ഈ വലിയ വിപത്തിനെതിരെ ഈ ഒരു നീരാളിപ്പിടുത്തത്തിലാണ് പിന്നെന്താണ് ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങൾ. അച്ഛനും അമ്മയും സ്ഥിരം വഴക്കാണ്. കുഞ്ഞുങ്ങൾ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ സ്വസ്ഥത കാണുന്നില്ല. അവരുടെ വീട്ടിൽ എന്നും പ്രശ്നങ്ങളുണ്ട്. അതാണ് ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന കുടുംബാന്തരീക്ഷം. പിന്നെന്താണ്, ഇപ്പം മത്സര ബുദ്ധിയാണ് അല്ലേ? എൻ്റെ മോൻ എത്ര A+ കിട്ടിയെന്നല്ല ആദ്യം തിരഞ്ഞ, അപ്പുറത്തെ ചെറുക്കൻ എത്ര A+ കിട്ടി അല്ലേ? അപ്പുറത്തെ കൊച്ചിന് എത്ര A+ കിട്ടി, എന്നിട്ട് നിന്റെ മോൻ എത്ര കിട്ടി, അല്ലെങ്കിൽ നിന്റെ മോൾക്ക് എത്ര കിട്ടി. ഇതാണ് ഇന്നത്തെ സമൂഹം. അപ്പം ഈ ആവശ്യമില്ലാത്ത മത്സര ബുദ്ധികൾ ഉണ്ടാകുന്ന അമിത ഉത്കണ്ഠ ഈ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കുകയാണ്. അപ്പം ഇത്തരത്തിലുള്ള മത്സര ബുദ്ധി കൊണ്ടുണ്ടാകുന്ന അമിത ഉത്കണ്ഠ ഇത് നമ്മൾ ശ്രദ്ധിക്കപ്പെടണം. പിന്നെന്താ, ചിലരുടെ എന്താണ് ക്ഷീണവും വലിയ ഒരു നിരാശ അല്ലെങ്കിൽ ഡിപ്രഷനൊക്കെ ഉള്ള കുട്ടികളുടെ കാര്യം എന്താണ്, ഇത് ഇച്ചിരി അടിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം മാറും. ഇതൊരു തെറ്റായ ധാരണയാണ്. ക്ഷീണമൊക്കെ മാറുന്നതിന് ഇതിട്ടാൽ ഒരു നല്ല ഉന്മേഷം കിട്ടും. ഉപയോഗിക്കുന്ന ആൾ പറഞ്ഞെന്താണ്, നീ ഒന്ന് ഇട്ട് കഴിച്ചു നോക്കേ, എന്തൊരു ഉന്മേഷമാണ് ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞ് അബദ്ധ ജടിലമായിട്ടുള്ള കുറേ അറിവുകൾ പകർന്നു കൊടുക്കുകയാണ്. അപ്പോഴാണ് ഈ കുട്ടി ആലോചിക്കും, എങ്കിൽ എൻ്റെ ഡിപ്രഷൻ അല്ലെങ്കിൽ എൻ്റെ ഈ ബുദ്ധിമുട്ട് ഒന്ന് മാറി നല്ലൊരു ഉന്മേഷം ലഭിക്കും എന്ന് ധാരണ കൊണ്ട് ഈ കുട്ടി വാങ്ങിച്ച് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം വന്നതിൻ്റെ ഫലമായിട്ട് നേരത്തെ പറഞ്ഞു കണക്ക് ഈ കുട്ടിയെ സംബന്ധിച്ച് ഇതിനകത്ത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ വേദന എന്താണ്, ഇതിലേക്കിപ്പം ചെറു വിദ്യാർത്ഥികൾ, കൊച്ചു കുട്ടികൾ പോലും വരികയാണ്. മദ്യപിക്കുന്നതിന് പണ്ട് നമുക്കറിയാം, പണ്ട് ഒരു 18 വയസ്സിനോ 20 വയസ്സിനോ മുകളിലെ കുട്ടികൾ മദ്യപിച്ചതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോഴിത് പലതരത്തിൽ വരികയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഈ പുകയിലയിൽ കഞ്ചാവിൽ നിന്നും പുകയിൽ നിന്ന് വരുന്ന ഉൽപ്പന്നങ്ങൾ തന്നെ മയക്കുമരുന്നുണ്ട്, അത് കുത്തിവെക്കാനുള്ള മരുന്നായിട്ട് വരുന്നുണ്ട്. പിന്നെന്താണ് ഇപ്പോൾ പുതിയ വന്നേക്കുന്ന നല്ല സ്റ്റിക്കർ പോലത്തെ LSD സ്റ്റാമ്പ് രൂപേണ വരുന്നുണ്ട്. കുട്ടികളെ സംബന്ധിച്ച് നല്ല ഐസ്ക്രീമായിട്ട് കൊടുക്കുന്നുണ്ട്, നല്ല ചോക്ലേറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കുട്ടികൾക്ക് സുലഭമായി വാങ്ങിച്ചു ഉപയോഗിക്കാം. അപ്പം ഇങ്ങനെ ഈ കുട്ടി ഇതെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവൻ്റേതായ ലോകത്തേക്ക് പോവുകയാണ്. അവിടെ എന്താണ് സംഭവിക്കുന്നത്, അമ്മയെന്നോ സഹോദരിയെന്നോ അറിയാൻ സാധിക്കുന്നില്ല. അപ്പോൾ ആ ബന്ധത്തിന് അതീതമായിട്ടാണ് ഒരുപാട് അതിക്രമങ്ങളും ബലാത്സംഗ കേസുകളും പീഡന കേസുകളും പെരുകുന്ന കാര്യം. എന്താണ്, സ്വബോധത്തെ അല്ലെങ്കിൽ കൂടുതലും ചെയ്യുന്നത് ഈ മയക്കുമരുന്ന് അടിമയായി കഴിഞ്ഞാൽ അവൻ്റെ മനസ്സും എല്ലാം മാറി വിഭ്രാന്തിയൊക്കെ ഉണ്ടാകുന്നു. അമ്മയും പെങ്ങന്മാരെയും തിരിച്ചറിയാൻ മേലെ കഴിയുന്നു, അച്ഛനെ തിരിച്ചറിയാൻ മേലെ കഴിയുന്നു. അത്രമാസം ഫലമായിട്ട് എന്ത് പറ്റുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ സ്കൂൾ വിദ്യാർത്ഥികൾക്കടക്കം ഇത് കൊടുക്കുവാനും അവരെ ഇതിന്റെ വാഹകരാക്കി മാറ്റുന്നു. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പൊ ആൺപെൺ വ്യത്യാസമില്ല. പണ്ട് കേട്ടുകേൾവിയില്ല, പെൺകുട്ടികൾ ഡ്രഗ്സ് അടിച്ചൊന്നും നമ്മളിപ്പോൾ കേട്ടുകേൾവിയില്ല. ഇപ്പൊ MDMA പേരൊന്നും എനിക്ക് തന്നെ അറിഞ്ഞൂടാ. പണ്ട് തുളസി ശംഭു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെയൊക്കെ ഒരു സമയത്ത് പറഞ്ഞിരുന്നു. ഇപ്പൊ MDMA എന്നും പറയുന്ന എന്തെല്ലാം രാസലഹരികളുടെ പേരുകളാണ്. ഇത് കഴിച്ചാൽ മണവും ഇല്ല, ഊതിച്ചാൽ പോലീസ് ഊതിച്ചാലും അറിയാനും ഒക്കത്തെ സാധനങ്ങൾ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ തരത്തിലേക്ക് പോകുമ്പോൾ ആൺ പെൺ വ്യത്യാസമില്ലാതെ എടുത്ത് ഉപയോഗിക്കുകയാണ്. അവിടെ എന്താ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടത്?